മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തീവ്ര വോട്ടർ പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ SIR നിർത്തിവെക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി നൽകിയത് ചീഫ് സെക്രട്ടറിയാണ്. സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ സർക്കാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഇത് പരിഗണിക്കാതെ വന്നതോടെയാണ് സുപ്രീം കോടതിയെ ഇപ്പോൾ സർക്കാർ സമീപിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ SIR നിർത്തിവെക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെയാണ് ഇത്തരത്തിൽ 2008 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം SIT അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഈ നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്നാണ് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നത്. കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യുകയായിരുന്നു സർക്കാർ ചെയ്തത്. കൂടാതെ തന്നെ ഭരണ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടക്കമാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അടക്കം ഹൈക്കോടതിയിൽ ഇത് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ SIR നിർത്തിവെക്കണമെന്നാണ് ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല എന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉന്നയിച്ച അതേ വാദം തന്നെയാണ് സുപ്രീം കോടതിയിലും ഇപ്പോൾ സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്ന സാഹചര്യം നന്നല്ല എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഈ വാദം ശരിവെച്ചിരുന്നില്ല. ആ ഒരു കാര്യത്തിലായിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കൂ എന്നൊരു നിർദ്ദേശം സർക്കാരിന് ഹൈക്കോടതി നൽകിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജി നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കണം, അല്ലെങ്കിൽ കുറച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഇത് നടപ്പാക്കാൻ പാടില്ല എന്നാണ് സർക്കാർ ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാന വാദം. ഹൈക്കോടതിയിൽ ആദ്യം സമീപിച്ചപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ പാർട്ടി ഭേദമന്യേയാണ് ഈ ഒരു കാര്യത്തിൽ എതിർപ്പ് ഉന്നയിച്ച് എല്ലാ പാർട്ടിക്കാരും രംഗത്തെത്തിയത്. മുസ്ലിം ലീഗ് അടക്കം ഹർജി നൽകിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഇത് നീട്ടിവെക്കണമെന്നാണ് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്.